പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഗണിതത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും മലയാളത്തിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറയുന്നുണ്ട്. മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി: go through the bar diagram given below indicating number of boys and girls in 5 divisions of standard 10 appeared for SSLC examination in a school. എന്താ തന്നിരിക്കുന്നത്? ഒരു സ്കൂളിൽ SSLC എക്സാമിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ SSLC എക്സാമിന് അപ്പിയർ ചെയ്യുന്ന 10ലെ 5 ഡിവിഷൻസിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണമാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ 5 ഡിവിഷൻസിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണമാണ് താഴെ നൽകിയിരിക്കുന്നത്. അത് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഡിവിഷൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ? ബോയ്സും ഗേൾസും ഈക്വൽ ആയിട്ടുള്ളത് ഏത് ക്ലാസ്സാണ്? 10D അല്ലേ? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം ഈക്വൽ ആയിട്ടുള്ളത് 10Dയിലാണ്, 10Dയിലാണ് ഉള്ളത്. ഇനി ഇൻ വിച്ച് ഡിവിഷൻ മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് ഫോർ എക്സാം? ഏത് ഡിവിഷനിലാണ് കൂടുതൽ കുട്ടികൾ എക്സാമിന് വേണ്ടി അപ്പിയർ ആവുന്നത്? അത് ഏറ്റവും കൂടുതൽ എക്സാം എഴുതുന്നത് ഏത് ഡിവിഷനിലെ കുട്ടികളാണ്? ഏത് ഡിവിഷനിലാണ്? നോക്കൂ, 25 അല്ലേ? ബോയ്സിൻ്റെ എണ്ണം 25, ഗേൾസ് 20. ഇവിടെയൊക്കെ എന്താണ് ഈക്വലായിട്ട് വരുന്നുണ്ടെങ്കിലും എന്താണ് ഗേൾസിൻ്റെ എണ്ണം അപ്പോൾ അവിടെ കുറവാണ്. അപ്പോൾ ഇതല്ല. അപ്പോൾ ഏതാണുള്ളത്? 10Cയിലാണ് അല്ലേ? ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് ഏതിലാണ്? 10Cയിലാണ്. സി ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഹു റോഡ് ദ എക്സാം? എക്സാം എഴുതുന്ന അല്ലേ ഗേൾസിൻ്റെ ടോട്ടൽ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സാമിൽ എഴുതുന്ന ഗേൾസിൻ്റെ ടോട്ടൽ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സും എടുത്തിട്ട് നോക്കണം. നോക്കൂ, ഇതാണ് ഗേൾസിന് നൽകിയിരിക്കുന്നത് അല്ലേ? ഗേൾസിന് അപ്പോൾ ഗേൾസിൻ്റെ ഓരോ ക്ലാസ്സിലെ എഴുതി നോക്കുക. ആദ്യത്തെ 10Aയിൽ എത്രയാണ്? 15 ഗേൾസ് അല്ലേ? സിയുടെ ആൻസർ ആണ് കേട്ടോ, 15 ഗേൾസ്. പിന്നെ 10Bയിൽ എത്ര ഗേൾസാണ്? 20 അല്ലേ? 10Cയിലും 20 അല്ലേ? 10Cയിലും 20 + 20. അടുത്ത എത്രയാണ്? 10Dയിൽ എത്രയാണ്? 10Dയിലും 20ആണ്. 10Dയിലും 20ആണ്. പിന്നെ 10Eയിൽ എത്രയാണ്? 25. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുക? 100. എല്ലാം കൂടി പ്ലസ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എഴുതണം. എക്സാമിന് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ എക്സാം എഴുതുന്ന മൊത്തം പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 100ആണ്. ഇനി എന്താ താഴെ കൊടുത്തിരിക്കുന്ന ഡി ക്വസ്റ്റ്യൻ: out of the total number of students, what is the percentage of boys who wrote the exam? താഴെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൺകുട്ടികളുടെ എക്സാം എഴുതുന്ന ആൺകുട്ടികളുടെ പെർസെൻറ്റേജ് എത്രയാണ്? എത്ര ശതമാനം പേരാണ് എക്സാം എഴുതുന്നത്? ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, മൊത്തം സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞാൽ what is the percentage of boys who wrote the exam? അപ്പോൾ നമ്മൾ ഗേൾസിൻ്റെ ടോട്ടൽ നമ്പർ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് കണ്ടാൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് കണ്ടിട്ട് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. മൊത്തം എത്ര കുട്ടികൾ, എത്ര ബോയ്സും എത്ര ഗേൾസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും അല്ലേ? എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടാൽ മതി. അപ്പോൾ ടോട്ടൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് കാണാൻ, ബോയ്സിൻ്റെ നോക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സിന് വൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തിൽ 25. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 25 പ്ലസ് അടുത്തത് എത്രയാണ്? 15 അല്ലേ? 15 പ്ലസ് അടുത്തത് എത്രയാണ്? അടുത്ത ബോയ്സ് 25 അല്ലേ? 25 പ്ലസ് അടുത്തത് എത്രയാണ്? 20 പ്ലസ് 20 പ്ലസ് എത്രയാണ്? ലാസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ് 15 പ്ലസ് 15. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴും 100. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്
ഗേൾസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു സിയിൽ 100 എന്ന്. 100 പ്ലസ് ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിച്ചു. അതെത്രയാണ്? 100. അപ്പം മൊത്തം എത്രയായി? 200. 200 അല്ലേ? 200 ആയി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയുണ്ട്? 200 കുട്ടികളാണ് എക്സാം എഴുതുന്നത് അല്ലേ? ഇനി പെർസെൻറ്റേജ് ഓഫ് ബോയ്സിൻ്റെ പെർസെൻറ്റേജ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് സിക്വൽ ടു എത്രയാണ്? എത്ര ആൺകുട്ടികളാണ് എഴുതുന്നത്? 100 ആൺകുട്ടികളാണ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എടുക്കുക. എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 200. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു നമ്മൾ എന്ത് എഴുതണം? 100 എഴുതണം. ഇൻറ്റു 100 എഴുതണം. കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 50%. എത്രയാണ് കിട്ടുന്നത്? 50%. 0യും 0യും ഇവിടുന്ന് വെട്ടിപ്പോവും. പിന്നെ എന്താണ്? 100/2 എന്ന് കിട്ടും അല്ലേ? 2ൽ എത്ര പ്രാവശ്യമാണ്? 50 അല്ലേ? 2ൽ 20 5 പിന്നെ 0യും കൂടി കിട്ടും. അല്ലെങ്കിൽ 50 × 2 ചെയ്തുമ്പോൾ 100 കിട്ടും. അപ്പോൾ 50% ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് എത്രയാണ്? 50% ആണ്. ആക്ടിവിറ്റി 2 ബഡ്ജറ്റ്. താഴെ എന്താ തന്നിരിക്കുന്ന ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ദ മന്ത്ലി എക്സ്പെൻസ് ഓഫ് എ ഫാമിലി ഈസ് ഷോൺ ഇൻ ദ ടേബിൾ ബിലോ. താഴെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ഐറ്റത്തിൻ്റെയും അതിൻ്റെ പെർസെൻറ്റേജ്. ഒരു ഫാമിലിയുടെ മന്ത്ലി എക്സ്പെൻസ്, ഒരു മാസത്തെ ചിലവാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മന്ത്ലി എക്സ്പെൻസ് ഓഫ് എ ഫാമിലി, ഒരു ഫാമിലിയുടെ ഒരു മാസത്തെ ചിലവാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഐറ്റത്തിന് എത്ര പെർസെൻറ്റേജാണ് അവർ എക്സ്പെൻസ് ചെയ്യുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻസ് ഫോർ ഡ്രസ്? ഇതിലെന്ത് തന്നിട്ടില്ല? ഡ്രസ്സിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടില്ല. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻസ് ഫോർ ഡ്രസ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം ബാക്കിയുള്ള പെർസെൻറ്റേജുകളെല്ലാം കൂട്ടുക. 25 30 5 15 10 ഇത് ഇത്രയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? 100ൽ നിന്ന് 100%-ൽ നമ്മൾ എടുക്കുക. 100ൽ നിന്ന് അത് മൈനസ് ചെയ്യണം. 100ൽ നിന്ന് അത് മൈനസ് ചെയ്യണം. അപ്പോൾ 25 പ്ലസ് 30 പ്ലസ് 5 പ്ലസ് 15 പ്ലസ് 10 ഇത്രയും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 100ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 85% എന്നാണ് കിട്ടണത് അല്ലേ? 85% എന്നാണ് കിട്ടുന്നത്. ഇനി ഇത് ഇത്രയും കൂട്ടുമ്പോൾ 85. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 100ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി മൈനസ് ചെയ്യണം. 100 മൈനസ് 85 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50%. അപ്പം അവർ ട്രസ്റ്റിന് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്? 50% ആണ്. അപ്പോൾ ഇവിടെ എഴുതണം 15% ഫോർ ട്രസ്റ്റിന് വേണ്ടി എത്രയാണ് അവർ എക്സ്പെൻസ് ചെയ്യുന്നത്? 15%. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ദേ സ്പെൻഡ് 6000 rupees ഫോർ ഫുഡിന് വേണ്ടിയിട്ട് അവർ 6000 രൂപ ചിലവാക്കി. ഇതാണ് ഫുഡിന് വേണ്ടിയിട്ട് 6000 രൂപ അവർ ചിലവാക്കി. 6000 rupees അവർ ചിലവാക്കി. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കണേ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫുഡിന് എത്ര പെർസെൻറ്റേജാണ് അവർ ചിലവാക്കുന്നത്? ഫുഡിന് 30% ആണ് അവർ ചിലവാക്കുന്നത്. ഈ 30% എന്ന് പറയുന്നതാണ് എത്ര? 6000 rupees. അപ്പോൾ അവരുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. എങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻസ് നോക്കുക? ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ടോട്ടൽ എക്സ്പെൻസ് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ 6000 നമ്മളെങ്ങനെ ഇൻറ്റു എന്താണ്? 100 ബൈ എന്താണ്? 30 അല്ലേ? 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ എത്ര കിട്ടും? 20,000 rupees. എത്രയാണ് കിട്ടുക? 20,000 rupees ആണ് കിട്ടുക. അപ്പോൾ അവർ ടോട്ടൽ എക്സ്പെൻസ് അവരുടെ എത്രയാണ്? 20,000 rupees ആണ് അല്ലേ? ഇനി
C question 20,000 rupees. How much they spend for dress and entertainment together? അവർ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡ്രസ്സിനും എൻ്റർടൈൻമെൻറ്റിനും കൂടിയിട്ട് എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൗ മച്ച് ദേ സ്പെൻഡ് ഫോർ ഡ്രസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടുഗദർ. ഇതാ എൻ്റർടൈൻമെൻറ്റിന് 5% ആണ്. ഡ്രസ്സിന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് എത്രയാണ്? 15%. അപ്പോൾ ടോട്ടൽ അവർ അതിന് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്? 15. സി ക്വസ്റ്റ്യൻ അല്ലേ? സീനിടാം. 15 പ്ലസ് എത്രയാണ്? 5% അല്ലേ? എൻ്റർടൈൻമെൻറ്റിന് 5% ആണ്. അപ്പോൾ 15 + 5 എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ് അവർ രണ്ടിനും കൂടി ചിലവാക്കുന്നത്. അപ്പോൾ എക്സ്പെൻസ് ഫോർ ഡ്രസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എത്രയായിരിക്കും? എക്സ്പെൻസ് ഫോർ ഡ്രസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് രണ്ടിനും കൂടി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞേ? 20,000 ആണ് അല്ലേ? അപ്പോൾ 20,000 ഇൻറ്റു ടോട്ടൽ രണ്ടിനും കൂടി ചിലവാക്കുന്നത് 20%. 20 ഡിവൈഡ് ബൈ ടോട്ടൽ പെർസെൻറ്റേജ് എത്രയാണ്? 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിന്നെ 200 × 20 ചെയ്യാം. 200 × 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,000 rupees. അപ്പോൾ അവർ ഡ്രസ്സിനും എൻ്റർടൈൻമെൻറ്റിനും കൂടി ചിലവഴിക്കുന്നത് 4,000 രൂപ. അവർ ഫുഡിന് വേണ്ടി ചിലവഴിച്ചത് 6,000 രൂപ. ടോട്ടൽ അവർക്ക് എക്സ്പെൻസ് 20,000 rupees ആണ്. മനസ്സിലായോ? ആക്ടിവിറ്റി 3. The following is the bill Mahesh got from the shop when he bought things from there. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് മഹേഷ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ ബില്ലാണ്. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു, എത്ര കിലോ വാങ്ങിച്ചു, ടോട്ടൽ പ്രൈസ് ഇത്രയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഐറ്റംസ് തന്നിട്ടുണ്ട്: ഒണിയൻ, ഓയിൽ, കോക്കനട്ട്, റൈസ്. ഓരോന്നിൻ്റെയും 1 കിലോഗ്രാമിനുള്ള പ്രൈസ്, അവൻ എത്ര കിലോഗ്രാം വാങ്ങിച്ചു, ടോട്ടൽ പ്രൈസ് ഇതാണ് തന്നിരിക്കുന്നത്. ഒണിയന് പെർ kg എത്രയാണ്? 1 കിലോക്ക് എത്രയാണ്? 21.25 rupees. ഓയിലിന് 210 rupees. കോക്കനട്ടിൻ്റെ തന്നിട്ടില്ല, റൈസിൻ്റെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എ ക്വസ്റ്റ്യൻ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഈ ബ്ലാങ്ക് ഒക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഓണിയത്തിൻ്റെ പെർ kgയിൽ തന്നിട്ടുണ്ട്. ഒണിയന് 1 കിലോക്ക് 21.25 rupees. വെയിറ്റ് 2 കിലോയാണ് അവൻ വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രൈസ് എത്രയായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൈസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 21.25 പോയിൻ്റ് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക. എത്ര കിലോയാണ് വാങ്ങിച്ചിരിക്കുന്നത്? 2 അല്ലേ? ഇതിന് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണത്? 5 × 2 10 അല്ലേ? പിന്നെ 1 ഇവിടെ ബാലൻസ് ഇട്ടു. 2 × 2 4, 4 ഒന്നും 5. പിന്നെ 2 × 1 എത്രയാണ്? 2. 2 × 2 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 4,250 കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇതിലിതാ ഒരു പോയിൻ്റ് വന്നിട്ടുണ്ട്. 2 സംഖ്യകൾ മാറ്റിയിട്ടാണ് എന്ത് ചെയ്തിട്ടാണ് പോയിൻ്റ് ഇട്ടാണ്. അപ്പോൾ കിട്ടിയ ഉത്തരത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇടണേ? 42.50. ഇവിടെ ആൻസർ എത്ര എഴുതണം? 42.50 എന്ന് ഇടണം. ഇനി അടുത്തത് ഓയിലിൻ്റെ ഇതുപോലെ കണ്ടുപിടിക്കണം. ഓയിലിൻ്റെ എത്ര തന്നിരിക്കുന്നത്? 210 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനെന്ത് വേണം? ഇവിടെ നമുക്ക് എത്ര kg ഒരു മേടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ ചിലവായത് എത്രയാണ്? 315 രൂപയാണ് അല്ലേ? അപ്പോൾ ഈ 315നെ 210 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 210 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 210 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 210 എങ്ങനെയാണ് അല്ലേ? 210 1 × 210 210 തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം? 5 ൽ നിന്ന് 0 പോയാൽ 5, 1 ൽ നിന്ന് 1 പോയാൽ 0, 3 ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 1.
അപ്പോൾ 105 ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 210 ടേബിളിൽ 105 അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇട്ടു. ഇനി 210 ഇൻറ്റു എന്താ 1050 കിട്ടുന്ന നോക്ക്. എത്രയാണ്? 0 × 5 0, 1 × 5 5, 2 × 5 10, 1050 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 5 ഇട്ടു, 1080 ഇട്ടു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.5. അപ്പോൾ അവൻ എത്രയാണ് വാങ്ങിച്ചത്? 1.5. അടുത്തത് കോക്കനട്ടിൻ്റെ എന്താണ്? എത്ര കിലോ വാങ്ങിച്ചിട്ടുണ്ട്, എത്രയായി, ടോട്ടൽ പ്രൈസ് എത്രയായി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 5 kg ആണ് വാങ്ങിച്ചത്. ടോട്ടൽ പ്രൈസ് 223.75 ആണ്. അങ്ങനെയാണെങ്കിൽ 1 kgയുടെ വില എത്ര, 1 കിലോക്ക് എത്ര രൂപയായെന്ന് കാണണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 223.75 നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. എത്രയും കൊണ്ട്? 5 കൊണ്ട്. നോക്കൂ, 5ൽ 4 20 വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 20 എഴുതണം. പിന്നെ എന്താണ്? 5ഉം 7ഉം 3 താഴേക്ക് എടുത്ത് എഴുതണം. പിന്നെ 2ൽ നിന്ന് 0 പോയാൽ 2 തന്നെ അല്ലേ. ഇനി വീണ്ടും നോക്കുക, 23 മാത്രം എടുക്കുക. ഇതാ 5ൽ 20 എത്രയാണ്? 4 20, വീണ്ടും 20 തന്നെയാണ് വരുന്നത്. പിന്നെ അത് എഴുതുക. പിന്നെ 5 താഴേക്ക് ഇറക്കി എഴുതി, 7 എഴുതി, 3ൽ നിന്ന് 0 പോയാൽ 3. ഇനി 37 നോക്കുക. 37 5 25 6 30, 7 35 വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 35 ഇട്ടു. ഇനി എന്താണ്? 5 താഴേക്ക് ഇറക്കി എഴുതി, 7ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 2 അല്ലേ. 3ൽ നിന്ന് 3 പോയാൽ 0. അപ്പോൾ 25. ഇനി 5ൻ്റെ ടേബിളിൽ എത്രയാണ്? 5 ആണ് വന്നത് അല്ലേ. അതെ, ഇവിടെ 7 ആണ് കേട്ടോ, സോറി. 7 35 എന്നല്ലേ പറഞ്ഞു? 7 35 അതായിരുന്നു ഇവിടെ ഇട്ടായിരുന്നത്. 25 5 അല്ലേ. അപ്പോൾ 5. ഇനി അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 4475. ഇവിടെ കണ്ടോ, 2 സംഖ്യ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 2 സംഖ്യ മാറ്റിയിട്ട് നമ്മൾ അവിടെയും പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 44.75 എന്താ കിട്ടുക? 44.75. ടോട്ടൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പെർ കെ ജി, അതായത് പെർ കെ ജിക്ക് എത്രയാണോ അതുകൊണ്ട് അതിൻ്റെ നമ്മൾ വാങ്ങിച്ച വെയിറ്റിനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് ടോട്ടൽ പ്രൈസ് കിട്ടും. ഇനി നിങ്ങൾക്ക് ടോട്ടൽ പ്രൈസ് തന്നിട്ടുണ്ട് 1 kg തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ ഇതും എത്ര കിലോ മേടിച്ചു അതുപോലെ ടോട്ടൽ പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു പേ ദ ബിൽ എമൗണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര രൂപ വേണം എന്താണ് ചോദിച്ചത്. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? അപ്പോൾ ഇതും എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോൾ ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ട് കാണണം അല്ലേ. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ഓരോന്നും കൂട്ടി നോക്കാം. 42.50 പ്ലസ് എത്രയാണ്? 350 315 പ്ലസ് 223.75 പ്ലസ് പിന്നെ എത്രയാണ്? 375. എല്ലാം കൂടി കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 956.25 റുപ്പീസ്. എല്ലാം പ്ലസ് ചെയ്ത് നോക്കണം നിങ്ങൾ. എല്ലാ എമൗണ്ടും തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര, ആ ബില്ല് എത്ര ടോട്ടൽ എമൗണ്ട് ആയെന്ന് നമുക്ക് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ഹി പെയ്ഡ് 1000 റുപ്പീസ്. അവൻ എത്രയാണ് കൊടുത്തത്? 1000 രൂപയാണ് കൊടുത്തത്. ഹൗ മച്ച് വിൽ ഹി ഗെറ്റ് ബാക്ക്. അവന് ബാക്കി എത്ര കിട്ടും? എളുപ്പമല്ലേ. ബാക്കി അവന് എത്ര കിട്ടും എന്നങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. അവന് ടോട്ടൽ എത്ര ചിലവായി അതിൽ നിന്ന് എന്താണ് 1000ൽ നിന്ന് അത് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 1000 മൈനസ് എന്താണ്? 956.25 956.25 മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ 1000ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിൻ്റ് വന്നേക്കണോണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും 2 സംഖ്യ മാറ്റി പോയിൻ്റ് ഇട്ടിട്ട് 2 0 കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ മൈനസ് ചെയ്യണം. കാരണം പോയിൻ്റ് ഉള്ളിടത്ത് മൈനസ് ചെയ്യുമ്പോൾ കണ്ടോ. അപ്പോൾ ഈ 25 ഇവിടെ വേണം എഴുതാൻ. 956. അല്ലാതെ 1000 മൈനസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത് പോയിൻ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ വേണം മൈനസ് ചെയ്യാൻ. അപ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 43.75 റുപ്പീസാണ് അവൻ എന്താ കിട്ടുന്നത്? ബാലൻസ് കിട്ടുന്നത്. നമ്മൾ
മൈനസുള്ള സംഖ്യ പോയിൻ്റുള്ള സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ ആ പോയിൻ്റ് വരുന്നിടത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 എക്സ്ട്രാ 0 ഇട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ. മനസ്സിലായല്ലോ? ആക്ടിവിറ്റി 4 ആവറേജ് കാണാനുള്ളതാണ്. ആവറേജിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻ ദ ആവറേജ് ഓഫ് 10 നമ്പർ ഈസ് 36. 10 നമ്പറുകളുടെ ആവറേജ് 36 ആണ്, 36 ആണ്. വട്ട് ഈസ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ്? അങ്ങനെയാണെങ്കിൽ ഈ നമ്പറുകളുടെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാണണം? ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് എങ്ങനെ കാണാം? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? സം ഓഫ് ദ 10 നമ്പേഴ്സ്. 10 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് എത്രയാണ്? 36 ആണ്. അപ്പോൾ 36 ഇൻറ്റു എന്താണ്? 10 ചെയ്താൽ മതി. 36 ഇൻറ്റു 10. ആവറേജ് 36 ആണ്. അപ്പോൾ 36 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ദി 10 നമ്പേഴ്സ്. 10 നമ്പറുകളുടെ തുക കിട്ടും, 360. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം എന്താണ്? വെൻ എ ന്യൂ നമ്പർ വാസ് ആഡഡ് ടു ദീസ് 10 നമ്പേഴ്സ് ദ ആവറേജ് ബിക്കം 35. വാട്ട് ഈസ് ദ ന്യൂലി ആഡഡ് നമ്പർ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറും കൂടെ, ഒരു ന്യൂ നമ്പറും കൂടെ കൂടി ഈ 10 നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോഴും ആവറേജ് എത്ര തന്നെയാണ്? 35 തന്നെയാണ്. വാട്ട് ഈസ് എ ന്യൂലി ആഡഡ് നമ്പർ? അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 11 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ സം ഓഫ് ദി 11 നമ്പേഴ്സ് കാണാം. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് എത്രയാണ്? 35 പറഞ്ഞു. 35 ഇൻറ്റു 11 അല്ലേ? മൊത്തം 11 നമ്പേഴ്സാണ്. അപ്പം നമുക്ക് എത്ര കിട്ടി? 385 കിട്ടി. ഇനി നമുക്ക് ന്യൂലി ആഡഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പുതിയതായിട്ട് ചേർത്ത് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ന്യൂലി ആഡഡ് നമ്പർ 385 385 എന്ത് ചെയ്യണം? മുകളിൽ കിട്ടിയ 360 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25. 25 ആൻസർ കിട്ടും. അപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത നമ്പർ ഏതാ? 25 ആണ്. സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 9? എന്താ ചോദിച്ചിരിക്കുന്നത്? 1 to 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സംഖ്യകളുടെ ആവറേജ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് 1 to സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 9 സം ഓഫ് ദി അത് കാണും. സം ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 9 1 മുതൽ 9 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക കാണണം. അതിന് 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 അല്ലേ? 9 വരെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 1 10, പിന്നെ 10 8 18 2 20 അങ്ങനെ കൂട്ടി എഴുതണം. അപ്പം മൊത്തം നമുക്ക് എത്ര സം കിട്ടും? 45. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 45 ആണ് എന്തെന്ന് കിട്ടുന്നത്? സമ്മോ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് കാണാൻ സം ഡിവൈഡഡ് ബൈ 9. ആവറേജ് ഡിവൈഡഡ് ബൈ 9. അപ്പോൾ സം ഡിവൈഡഡ് ബൈ 9. 45 ഡിവൈഡഡ് ബൈ 9 ചെയ്യണം. അപ്പോൾ 45 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 5 അല്ലേ? ആക്ടിവിറ്റി 7 അക്വേറിയം. The inner length, breadth and height of a rectangular aquarium are 1 meter 40 centimeter and 50 centimeter. How much liters of water will it hold? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഒരു അക്വേറിയത്തിൻ്റെ ഇന്നർ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. റെക്റ്റാങ്കുലർ അക്വേറിയമാണ് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ഇറ്റ് ഹോൾഡ്? ഇതിൽ എത്രത്തോളം വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം വാട്ടർ ജലം ഉൾക്കൊള്ളാനായിട്ട് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇതിനകത്ത് കാണണ്ടേ? എത്ര കഴിയുന്ന വോളിയം ഓഫ് ദി അക്വേറിയത്തിൻ്റെ വോളിയം കാണുക അല്ലേ? നല്ല നമുക്ക് എത്രത്തോളം വെള്ളം അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ,
അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട് 1 മീറ്റർ എന്നാണ് പറയണത്. ബാക്കി രണ്ടും എന്താണ് സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മീറ്ററിനെയും എന്തിലേക്കാക്കണം? സെൻറ്റിമീറ്ററിലേക്കാക്കണം. അപ്പോൾ 1 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഇൻറ്റു 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ വോളിയം കാണാൻ ഇതെല്ലാം കൂടെ കൂടി മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 lakh അല്ലേ? 2 lakh ക്യൂബിക് സെൻറ്റിമീറ്ററാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ വോളിയം ഓഫ് ദി അക്വേറിയം എന്ന് പറയുന്നത് 2 lakh ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. ഇനി നമ്മൾ എന്താണ്, അപ്പോൾ അതിനകത്ത് എത്രത്തോളം വാട്ടർ കൊള്ളുമെന്ന് നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം വാട്ടർ കൊള്ളും? വോളിയം ഓഫ് വാട്ടർ ഇറ്റ് വിൽ ഹോൾഡ് എത്രത്തോളം കൊള്ളും? 200 എത്രയാണ്? ലിറ്റർ. 200 ലിറ്റേഴ്സാണ് കൊള്ളുക. അപ്പോൾ മനസ്സിലായി അതെങ്ങനെയാണ്? 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ക്യൂബിക് മീറ്ററാണ്. അപ്പോൾ നമ്മൾ എന്താണ് 2 lakh ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 200 ക്യൂബിക് മീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 200 ലിറ്റേഴ്സാണ് കിട്ടുന്നത്. B. What is the rise in the water level if 100 liters of water is poured into it? അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? 100 liters of വാട്ടറും കൂടി ഇട്ടു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റൈസ് ഇൻ ദ വാട്ടർ ലെവൽ? അപ്പോൾ വാട്ടർ ലെവൽ എത്രത്തോളം ഉയരും? അത് ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? വോളിയം ഓഫ് വാട്ടർ ഇൻ ദ അക്വേറിയം തന്നിട്ടുണ്ട്. എത്രയാണ്? വാട്ടർ ഇൻ ദ അക്വേറിയം 100 ലിറ്ററാണ്. അതായത് 100 ലിറ്റർ എന്ന് വെച്ചാൽ എത്ര വരും? നമ്മൾ ആദ്യം പറഞ്ഞു 200 ലിറ്റർ 2 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെങ്കിൽ 100 ലിറ്റർ എത്ര ആയിരിക്കും? 1 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 100 ഇൻറ്റു 40 ഇൻറ്റു ഹൈറ്റ് നമുക്ക് അറിയില്ല. അത്രത്തോളം എന്ത് 1 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ വരുന്നത്. ഇനിയിപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈ 100 ഇൻറ്റു 40 = അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ഡിവൈഡ് ആവും, ഹരിക്കണം. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ എന്താണ്? 100 ഇൻറ്റു 40. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? സീറോസൊക്കെ വെട്ടിപ്പോയി അല്ലേ? ഇതിൻ്റെ 2 0 വെട്ടിപ്പോയി, ഇവിടെ നിന്നൊരു 0യും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 100 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 100 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. അപ്പോൾ റൈസ് ഇൻ ദ വാട്ടർ ലെവൽ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി സി ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ടു ബി പവേർഡ് ഇൻ ടു ഹാവ് വാട്ടർ അറ്റ് എ ഹൈറ്റ് ഓഫ് 40 സെൻറ്റിമീറ്റർ? 40 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആവണമെങ്കിൽ നമ്മൾ എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അതിനകത്ത് ഒഴിക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ നീഡഡ്, എത്രത്തോളം വാട്ടർ ആവശ്യമുണ്ട്? നീഡഡ് അല്ലേ? 40 സെൻറ്റിമീറ്റർ. അപ്പോൾ 100 ഇൻറ്റു നമ്മുടെ മറ്റേ ഹൈറ്റ് എത്ര? ബ്രെഡ്ത്ത് 40 ഇൻറ്റു ഹൈറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 40. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,60,000 എന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ. 1,60,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 ലിറ്റേഴ്സാണ്. അപ്പോൾ എത്രത്തോളം വാട്ടർ ആവശ്യമുണ്ട്? 160 ലിറ്റർ വാട്ടറാണ് അവിടെ ആവശ്യമുള്ളത്. ആക്ടിവിറ്റി 5 ലെറ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് 10 100 rupee നോട്ട്, 50 20 rupees നോട്ട്? അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? 10 100 rupees. അപ്പോൾ 10 ഇൻറ്റു 100 പ്ലസ് 50 20 rupees. അപ്പോൾ 50 ഇൻറ്റു 20. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 10 ഇൻറ്റു 100 1000 അല്ലേ? അല്ല 1000 പ്ലസ് എന്താണ് 50 ഇൻറ്റു 20 എന്താണ് 1000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2000 rupees. ടോട്ടൽ എമൗണ്ട് 2000 rupees.
ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടേക്കിംഗ് ദ നമ്പർ ഓഫ് 100 rupees നോട്ട് ആസ് എക്സ്, നമ്പർ ഓഫ് 20 rupees നോട്ട്സ് ആർ വൈ ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആസ് പി, റൈറ്റ് ദ റിലേഷൻ എമംഗ് എക്സ്, വൈ ആൻഡ് പി. നമ്മൾ 100 rupee നോട്ട്സിനെ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. നമ്പർ ഓഫ് 20 rupees നോട്ട്സിനെ വൈ ആയിട്ട് എടുക്കുന്നു. അങ്ങനെ ടോട്ടൽ നമ്പറിനെ പി ആയിട്ട് എടുക്കുന്നു. അങ്ങനെ ആണെങ്കിൽ എക്സും വൈയും പിയും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് 100 rupees നോട്ട്സ് എക്സ് ആയിട്ട്, ഇനി നമ്പർ ഓഫ് 20 rupees നോട്ട് വൈ ആയിട്ട്, ടോട്ടൽ എമൗണ്ട് പി ആയിട്ട്, അല്ലേ? ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റിലേഷൻ എഴുതാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 100x പ്ലസ് എന്താണ്? 20y, അല്ലേ? 100 × x പ്ലസ് 20 × y, 20y. ഇങ്ങനെയാണ് റിലേഷൻ എഴുതുക. സി, in a 6th A there are x children. 6th A x children and 6th B there are y children. All these children are given n sweets each. The total number of sweets is it? Write the relation regarding x, y, n and t. എന്താ പറഞ്ഞിരിക്കുന്നത്? 6th A x childrenസും 6th B y childrenസും എന്നുള്ളത്. All these children are given in n sweets. ഈ കുട്ടികൾക്ക് n നമ്പർ ഓഫ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഈച്ച്, അങ്ങനെ ടോട്ടൽ നമ്പർ സീറ്റ്സ് എത്ര? റൈറ്റ് ദ റിലേഷൻ റിഗാർഡിങ് എക്സ്, വൈ, എൻ ആൻഡ് ടി. ഇത് ഈ റിലേഷൻ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സീറ്റ്സ് നീഡഡ് ഫോർ ദ എക്സ് ചിൽഡ്രൻ ഇൻ 6A. 6Aയിലെ എക്സ് ചിൽഡ്രന് ആവശ്യമുള്ള സീറ്റ്സ് എങ്ങനെയായിരിക്കും? എത്രയായിരിക്കും? എക്സ് ഇൻറ്റു എൻ, എക്സ് എൻ ആണ്, അല്ലേ? എക്സ് എൻ. ഇനി സീറ്റ്സ് നീഡഡ് ഫോർ ദ വൈ ചിൽഡ്രൻ ഇൻ 6B. ചിൽഡ്രൻ ഇൻ 6B. 6Bയിൽ എത്രയായിരിക്കും? വൈ എൻ, അല്ലേ? വൈ എൻ. ഇവിടെ എക്സ് എൻ, ഇവിടെ വൈ എൻ, അല്ലേ? ഇനി അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്താണ്? ഈ എക്സ് എന്നും പ്ലസ് എന്താണ്? വൈ എന്നും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ ടോട്ടലിന് ടി എന്ന് നമ്മൾ എടുത്താൽ എങ്ങനെയാണ്? എക്സ് എൻ പ്ലസ് വൈ എൻ, അല്ലേ? എക്സ് എൻ പ്ലസ് വൈ എൻ. രണ്ടിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? എന്ന് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇതും ഉത്തരം ശരിയാണ്. എന്ന് പുറത്തിട്ടിട്ട് എന്താക്കാം? എക്സ് പ്ലസ് വൈ എന്നിനെ പുറത്തിടാം. രണ്ട് സ്ഥലത്തും എന്നുള്ളത് കൊണ്ട് എന്നിനെ പുറത്തിടാം. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാണ്. ഇങ്ങനെയാണ് റിലേഷൻ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആൾജിബ്രിക് ഫോംസ് തന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് റിലേഷന് എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി മാച്ച്സ്റ്റിക്സിൻ്റെയാണ്. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആൻഡ് നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ് നീഡഡ് ടു മേക്ക് ഈച്ച് റെക്റ്റാങ്കിൾ. ഇവിടെ എന്താണ്? കുറേ റെക്റ്റാങ്കിൾസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ്, അതായത് എത്ര മാച്ച്സ്റ്റിക്സും കൊണ്ട് എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ടേബിൾ നോക്കിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുകയാണ് കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറയുന്നത്. ആദ്യം ഉണ്ടാക്കിയത് നോക്കൂ, ഒരൊറ്റ റെക്റ്റാങ്കിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര മാച്ച്സ്റ്റിക്സ് ഉപയോഗിച്ചു? 4 മാച്ച്സ്റ്റിക്സ് ഉപയോഗിച്ചു. ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. 3 × 1 + 1 = 4 എന്നാണ് തന്നിരിക്കുക. റിലേഷൻ എഴുതിയിരിക്കുക. അപ്പോൾ 3 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 + 1 എന്ന് വെച്ചാൽ 4. ഇങ്ങനെയാണ് റിലേഷൻ തന്നിരിക്കുന്നത്. ഒരു കോമൺ റിലേഷൻഷിപ്പ് അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ 2 എത്ര മാച്ച്സ്റ്റിക്സ് ഉപയോഗിച്ചു? 7 മാച്ച്സ്റ്റിക്സ് ഉപയോഗിച്ചു. ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണ്? 3 × 2 + 1. ഇതിൽ എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? ഈ നടുക്കത്തെ നമ്പർ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? മാറുന്നുള്ളൂ. 1 2 3 എന്ന് വരുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഫസ്റ്റത്തെയും മൂന്നാമത്തെയും നമ്പറുകൾ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ആ നടുക്കത്തെ നമ്പർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാറുന്നുള്ളൂ. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ. നോക്കൂ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം.
ആദ്യത്തേൽ ഒരു റെക്റ്റാങ്കിളാണ്, രണ്ടാമത്തേൽ രണ്ടെണ്ണമാണ്, മൂന്നാമത്തേൽ മൂന്നെണ്ണമാണ്. അപ്പോൾ അടുത്തേൽ എത്ര എണ്ണം ആയിരിക്കണം വരയ്ക്കേണ്ടത് നമ്മൾ? 4 എണ്ണം. 1 2 3 4 എണ്ണം വരയ്ക്കണം. 4 എണ്ണം. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കി നമ്മൾ? 4 എണ്ണം ആയിരിക്കും. അപ്പോൾ എത്ര ഉണ്ടാവും? ഓരോന്നിലും നോക്കൂ നിങ്ങൾ, എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? 7. 3 എണ്ണം വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതിൽ എത്ര ആയിരിക്കും? 13 അല്ലേ? 4 5 6 7 8 9 10. അടുത്തത് 11 12 13. പിന്നെ ഇതിൻ്റെ റിലേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 3 ഇൻറ്റു ഇവിടെ 3 അടുത്ത എത്രയാണ്? 4 അല്ലേ? 4 ഇൻറ്റു 1 = എത്രയായിരിക്കും? 13. ഈ നമ്പർ തന്നെയാണ് വന്നത്. അപ്പോൾ അടുത്തതിൽ എത്ര റെക്റ്റാങ്കിൾ വേണം? 5 എണ്ണം. 1 2 3 4 5 എണ്ണം. 5 എണ്ണം വന്നു. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 5. 13 ആണെങ്കിൽ അടുത്തതിൽ എത്രയായിരിക്കും? 13ൻ്റെ കൂടെ വീണ്ടും 3 16 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 4 കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? 5 അല്ലേ? 1 2 3 4 5 ഇൻറ്റു 1 = അപ്പോൾ എത്ര ഇട്ടിരുന്നത് നമുക്ക്? 16. ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 10 റെക്റ്റാങ്കിൾ? അങ്ങനെയാണെങ്കിൽ 10 റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണം? നമ്മൾ ഈ റിലേഷൻ നോക്കിയാൽ മതി. ഈ റിലേഷൻ നോക്കിയിട്ട് 10 എന്നല്ലേ പറയണേ? അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്, എത്രത്തോളം മാച്ച് സ്റ്റിക്സ് വേണം? മാച്ച് സ്റ്റിക്സ് = എത്രയാണ്? എങ്ങനെ എഴുതി? റിലേഷൻ വെച്ച് എഴുതാം. 3 ഇൻറ്റു എത്രയാണ് റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നത്? 10 റെക്റ്റാങ്കിൾ പ്ലസ് 1 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 30. 30 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31. എത്ര മാച്ച് സ്റ്റിക്സ് വേണം? 31. ഈ റിലേഷൻ വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി സി ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സി ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആൻഡ് മാച്ച് യൂസിങ് ലെറ്റേഴ്സ് ഉപയോഗിച്ച്, നമ്മൾ എക്സും വൈയും എന്നൊക്കെ ഇട്ടിട്ട് ചെയ്യില്ലേ, അത് ഉപയോഗിച്ച് നിങ്ങളോട് ഇതിൻ്റെ റിലേഷൻ എഴുതാനാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയേ. ഫസ്റ്റത്തെ നമ്പർ എന്തായാലും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻറ്റു മാറുന്നത് ഈ 1 2 3 എന്നുള്ളത് തന്നെയാണ്. അതിന് നമുക്ക് എന്നെന്നോ എക്സെന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. 3 ഇൻറ്റു n പ്ലസ് അടുത്ത നമ്പർ നോക്കിയാൽ 1 1 എല്ലായിടത്തും 1. അതിനെന്ത് ചെയ്യുന്നില്ല? മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ആ നമ്പറും അവിടെ എഴുതാം. 3 ഇൻറ്റു n പ്ലസ് 1 അല്ലേ? 3 ഇൻറ്റു. അപ്പോൾ റിലേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? റിലേഷൻ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു n പ്ലസ് 1 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 3n പ്ലസ് 1 ഇങ്ങനെയാണ് വരിക. ഈ റിലേഷൻ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് വേറെ ലെറ്റർ എന്തെങ്കിലും എടുക്കണമെങ്കിൽ 3 ഇൻറ്റു a പ്ലസ് 1 എന്നോ, അപ്പോൾ 3a പ്ലസ് 1 ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ലെറ്റർ യൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് n ആണ് എടുക്കാറ് നമ്പറിന്. അപ്പോൾ 3 ഇൻറ്റു ചേഞ്ച് ചെയ്യുന്ന നമ്പറിന് n എന്ന് കൊടുക്കണം പ്ലസ് 1. ഇതാണ് എൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ആക്ടിവിറ്റി മെഷേഴ്സ് ഓഫ് ആംഗിൾ. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? തന്നിരിക്കുന്ന ഇൻ ദ ഫിഗർ ആംഗിൾ APB = 45 ഡിഗ്രി. കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആൻഡ് BPC = 90 ഡിഗ്രി. ഫൈൻഡ് ദ ഫോളോയിങ്. അപ്പോൾ താഴെ ചോദിച്ചിരിക്കുന്ന ഓരോ ഇതിൻ്റെയും ഇത് കാണാനാണ് പറയുന്നത്. ആദ്യത്തെ എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ EPD കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ EPD എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ആംഗിൾ APB എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. ആംഗിൾ APB എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് അത് ആംഗിൾ EPD എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് APB ആണ് എന്ത്? ആംഗിൾ EPD. അതുകൊണ്ട് അതും എത്ര തന്നെയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അടുത്ത് എന്താ ചോദിച്ചേക്കണേ? ആംഗിൾ ഇതേ ആണ് കേട്ടോ, ഇത് B. ആംഗിൾ APE. ആംഗിൾ APE എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ APE എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ് അല്ലേ? 180 മൈനസ് എന്ത് ചെയ്താൽ മതി? 45 ചെയ്താൽ മതി. 180 മൈനസ് 45 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇടണേ? 135 ഡിഗ്രി. ഈ 180യിൽ നിന്ന് 45 ഡിഗ്രി എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 135 ഡിഗ്രിയാണ് കിട്ടുക. ആംഗിൾ APE എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. ഇനി സിയിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ആംഗിൾ CPE ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ CPE. ആംഗിൾ CPE ഏതാണ്? ഇതാണ് ആംഗിൾ CPE. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ CPE എത്രയായിരിക്കും? ആംഗിൾ CPEയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ആംഗിൾ BPCയും ആംഗിൾ BPCയും ആംഗിൾ
സി പി ഇയും എന്താണ് ഈക്വലാണ് അല്ലേ. ആംഗിൾ ബി സി എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇതൊരു റൈറ്റ് ആംഗിളാണ് അല്ലേ, 90 ഡിഗ്രിയാണ്. അപ്പോൾ സി പി ഇയും എന്ത് തന്നെയാണ് 90 ഡിഗ്രി തന്നെയാണ്. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ഡി ഇല്ല, ഡിയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ സി പി ഡി. എന്താണ് ആംഗിൾ സി പി ഡി. സി പി ഡിയിൽ എന്തായിരിക്കും, ഇത് 90 ആണെങ്കിൽ അതിനകത്ത് നിന്ന് എന്ത് ചെയ്താൽ മതി, 90 മൈനസ് 45 ചെയ്താൽ മതി. 90 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടുന്നത് 45 ഡിഗ്രി തന്നെ. അപ്പോൾ ആംഗിൾ സി പി ഡി എന്ന് പറഞ്ഞത് എത്രയാണ്, 45 ഡിഗ്രിയാണ്. ഇനി എന്താ കാണാനുള്ളത്, ആംഗിൾ ഈ ക്വസ്റ്റ്യനാണ് കാണാനുള്ളത്. ആംഗിൾ ബി പി ഡി. ആംഗിൾ ബി പി ഡി എന്ന് പറയുന്നത് എത്രയാണ്, 90യും 45ഉം കൂടെ കൂടി കൂട്ടിയാൽ മതി അല്ലേ. 90 + 45 കൂട്ടിയാൽ മതി. ആംഗിൾ ബി പി ഡി എന്ന് പറഞ്ഞത് അത് എത്രയാണ്, 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രിയാണ്. ആംഗിൾ ബി പി ഡി നോക്കൂ. ആംഗിൾ ബി പി ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. 90 പ്ലസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് എത്രയാണ്, 45 എന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അതും കൂടെ കൂടി കൂട്ടുക. അപ്പോൾ എത്ര കിട്ടുന്നത്, 135 ഡിഗ്രി. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മാത്സുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.